ഹായ് ഫ്രണ്ട്സ്, ഞാൻ 2 ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ഓഫറിൻ്റെ ഭാഗമായിട്ട്. S23യും ഗാലക്സി A45Gയും. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അൺബോക്സിങ്. ഓൾറെഡി ഇത് ഓപ്പൺ ബോക്സ് ആയിരുന്നു. ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ മലപ്പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നാണ് എത്തിയത്. അപ്പോൾ എൻ്റെ ബ്രദർ അത് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ബോക്സ് ഒക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ഇന്ന് ഇത് 2 ഫോണും, ഇത് നിങ്ങൾക്കറിയാം S23 ആണ്, 256. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഫോണിനെ കുറിച്ച് വലിച്ചു കീറി ഇത് പറയാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ സ്ക്രീൻ കവറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ആപ്പിൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ചാർജർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഈ ഫോൺ ഞാൻ മേടിച്ചത്, എൻ്റെ മൂത്ത മോൻ ഷാൻജി അവൻ്റെ അമ്മാമേരെ ഫോൺ എറിഞ്ഞെറിഞ്ഞ് ഡിസ്പ്ലേ മൊത്തം പൊട്ടി. അങ്ങനെ പൊട്ടിയ സ്ഥിതിക്ക് ലാസ്റ്റ് അമ്മു അതായത് വൈഫ് വിളിച്ച് പറഞ്ഞു അവ ലാസ്റ്റ് വീണ്ടും എടുത്തെറിഞ്ഞു. ആ സമയത്ത് മേടിച്ചതായത്. ഇതിന് ഞാൻ പിന്നെ പ്രൊട്ടക്ഷനായിട്ട് ടെമ്പർ ഗ്ലാസും അതേ കണക്കന്നെ ഈ സാധനമെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിത് ഞാൻ ലിജിൻ്റെ വീട്ടിൽ നിന്ന് ഇത് രാവിലെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് അടച്ച് വെച്ചിട്ട് കാണിക്കും. ഇതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്തതാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് S23യുടെ ബോക്സ് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ നല്ല രസമായിരുന്നു. ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു. പിന്നെ ഞാനേ തിരിച്ച് വെച്ച് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ആദ്യം നമുക്ക് S23 നോക്കാം. അത് ജസ്റ്റ് ഇങ്ങനെ നോക്കി, ഞാൻ ഓൾറെഡി ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനെൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു. ഇതൊരു ചെറിയ ഫോണാണ്. ഞാനിപ്പോൾ അമ്മൂന് ലാസ്റ്റ് മേടിച്ചെടുത്ത് 40 കണക്കുണ്ട്. നല്ല വെയ്റ്റ്ലെസ് ആണ്. പിന്നെ നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ S23 നമ്മുടെ ജോസാറെന്ന് പറഞ്ഞ എൻ്റെ ക്ലയൻ്റാണ്, കൂടെ നമ്മുടെ പാർട്ട്ണർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് S23 ആണെന്ന് അറിയത്തില്ലായിരുന്നു. കാര്യം ബാക്കും ഒക്കെ ഇങ്ങനെയാണ്. ഇവിടെ സർപ്രൈസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഈ ഫോണിനെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ എന്ത് മേടിച്ച് കൊടുക്കുമെന്ന് നോക്കിയ സമയത്ത് ഓഫറിൽ കണ്ടപ്പോൾ നല്ലൊരു സാംസങ് ഫോൺ നോക്കി മേടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡും നോക്കുക, രണ്ടും സെയിം. അപ്പം അല്ല, എനിക്ക് ഈ ടെക്നോളജി, ഞാൻ ഗെയിമോ വലുതായിട്ട് കളിക്കുന്ന ആളൊന്നും അല്ല. എന്നാലും ഒരു ഒറ്റ ഇത്, പിന്നെ അതിൻ്റെ അകത്ത് സ്പീഡ് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഞാൻ ഇത്രയും നാൾ ഞാൻ സെക്കൻഡറി ഫോണായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫോൺ ഇതാണ്. ഇത് A33 5G ഗാലക്സിയുടെ അത്യാവശ്യം നല്ല ഫോണാണ്. ഇപ്പോൾ ചെറുതായിട്ട് ഹാങ് ആയി തുടങ്ങി. ഇപ്പോൾ 2-3 വർഷമായി. അപ്പോൾ ഇത് മാറ്റിയിട്ടാണ് ഞാനിപ്പം ഇത് S23 എടുത്തത്. പിന്നെ ഇത് ഉപയോഗിച്ച് നോക്കാത്തതുകൊണ്ട് എനിക്ക് പൂർണ്ണമായി റിവ്യൂ പറയാൻ പറ്റില്ല. ഓക്കെ, ക്യാമൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാം ഒക്കെ തന്നെയാണ്. പിന്നെ ഇതും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതും ഫൈൻ, നല്ലൊരിതാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇതും ഇപ്പോൾ ഉപയോഗിച്ചോ നോക്കിയില്ല, ഇപ്പോൾ തന്നെ എനിക്ക് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ ചാർജറും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചാർജർ കൂടി മേടിച്ചിട്ടുണ്ട്. 25 വാട്ടിൻ്റെ ചാർജർ മേടിച്ചു. പിന്നെ ഇത്രയും കാര്യങ്ങൾ മേടിച്ചു. പിന്നെ ഇതിൻ്റെ ബാക്ക് കവർ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ബാക്ക് കവർ ഇതാണ് മേടിച്ചിട്ടുള്ളത്. ഇതിട്ടപ്പോൾ അത്യാവശ്യം, കാരണം ക്യാമറ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഐഫോണിൻ്റെ ഞാൻ ഇത് കണക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്രാച്ച് ആവാതിരിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ഒരു മിനിറ്റേ, ഒരു കയ്യിൽ ഇത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഭയങ്കര പാടാണ്. യെസ് ഇങ്ങനെ വന്നു, നല്ല ഭംഗിയുണ്ടല്ലോ. ഇപ്പോൾ നല്ല ഓഫറിൽ കിടപ്പുണ്ട്. ഏകദേശം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ മേടിക്കുന്നത് 55 ഇപ്പോൾ എനിക്കത് ഞാൻ 256 മേടിച്ചത്. ഇതിനെക്കുറിച്ച് ഇതെനിക്ക് നല്ലോണം S23 അറിയാം. ഇത് ഞാൻ സ്പോട്ടിൽ മേടിച്ചതാണ്. അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. 10-16,000 എന്തോ രൂപയുടെ ഫോണായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഓഫറിന് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ S23 നല്ലൊരു ഓപ്ഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പേര് നല്ലത് പറയുന്നുണ്ട്. എന്നും പറഞ്ഞാൽ നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നു. കാരണം എനിക്കും പർപ്പസ് ഇത് കണക്ക് സ്പീഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്, ബിസിനസ് പരമായിട്ട് ഉപയോഗിക്കാനായിട്ടാണ്. ഓക്കെ, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് വരുന്നത് അതിൻ്റെ കേബിൾ മാത്രമേ വരുന്നുള്ളൂ, ചാർജർ ഇല്ല. ആ കേബിൾ മാത്രം ഇതിൻ്റെ അകത്ത് കേബിളാണ്. അത് കണക്ക് മറ്റേ ഫോണിൻ്റെ അകത്തും. ഐഫോണിനെ കുറ്റപ്പെടുത്തി എല്ലാവരും അത് കണക്ക് തന്നെ ആയിട്ടുണ്ട്. കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും എല്ലാവരും ബിസിനസ്സിന് വേണ്ടി തന്നെയാണല്ലേ. ഇപ്പോഴും ഐഫോണുകാരെ മിടുക്ക്, അവർ ചെറിയ കാര്യങ്ങൾ കൊടുത്ത് വലിയ പൈസ മേടിക്കുന്നത്. ഓരോ മിടുക്കിനെ കുറ്റപ്പറയല്ലോ, അവർ വിൽക്കുന്നുണ്ടല്ലോ. അതിനെയാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. ആ ടെക്നോളജിയുടെ ആ സ്കില്ല് നമ്മൾ പഠിക്കണം. ഞാൻ അങ്ങനെ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ചാർജർ പൊട്ടിക്കാൻ ടാസ്ക് ആണെന്ന് തോന്നുന്നു. ചാർജർ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ക്രിഞ്ച് വീഡിയോസാണ്. പക്ഷെ എന്നാലും ഞാൻ അൺബോക്സ് ചെയ്യുവാണ്. വീഡിയോ എടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ഞാൻ എടുത്തു തരാത്തതുണ്ട്. ട്രൈപോഡ് ഉണ്ട്, പക്ഷേ
ഇത് ഈ രീതിയിൽ ഭയങ്കര ടാസ്ക്. ഗ്യാസ് എടുത്തു, ഇത്രയേ ഉള്ളൂ. ഇത് കടയിൽ നിന്ന് മേടിച്ചാണ്, ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതല്ല. 1200 രൂപയായി. ഓക്കെ, 25 വാൾട്ട്. പക്ഷേ ഞാനിത് അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് കണക്ക് എൻ്റെ ഒരു മുമ്പ് ഒരു സാംസങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു, ഇതിന് വേണ്ടി മേടിച്ചത്. അപ്പോൾ അത് 15 വാൾട്ടിൻ്റെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൊടുക്കാമെന്ന് വെച്ചു. ഇത് ഞാൻ എൻ്റെ കയ്യിൽ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്കപ്പോൾ ഇനി അടുത്ത കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഞാൻ ഇതേ കണക്കൊക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.